ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, മാതാപിതാ ഗുരു ദൈവം എന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു ആപ്തവാക്യമാണ്. അതിൽ അധ്യാപകർ, പ്രത്യേകിച്ച് 2018 മുതൽ നിയമിതരായ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ വളരെ വലിയ ഒരു പ്രതിസന്ധിയെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അതേപോലെ തന്നെ അതിൽ തന്നെ 2021 നവംബർ 8 ശേഷം നിയമിക്കപ്പെട്ട എയ്ഡഡ് മേഖലയിലെ എല്ലാ അധ്യാപകരും ദിവസവേതനക്കാരായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ. ഭിന്നശേഷിക്കാരായ അധ്യാപകരെ 4% നിയമിക്കണമെന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി വളരെ അടിയന്തരമായി പരിഹരിക്കാത്തത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ. അതായത് ഏകദേശം 17,000-ഓളം അധ്യാപകരാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുള്ളത്. അവർ വലിയ സമരമാർഗത്തിലാണ്. ഈ 31-ാം തീയതി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ വലിയ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിയാണ്. ഈ 4% സംവരണത്തിനുള്ള ആവശ്യമായ ഭിന്നശേഷിക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിസന്ധിയും മുന്നിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ റിട്ടോപ്പി നമ്പർ 14,317/2025 വ്യക്തമായൊരു നിർദ്ദേശം ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് സാർ. Absolutely no justification for the government to deny consequential benefits to similarly situated persons. അതായത് NSSന് ലഭിച്ച അതേ നിലയിലുള്ള അനുവാദം മറ്റ് എയ്ഡഡ് മേഖലയിലെ മാനേജ്മെന്റുകൾക്ക് നൽകണമെന്നുള്ളതാണ് ഈ ആവശ്യം. അത് വളരെ പരിഹരിക്കണമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ടേബിൾ ചെയ്തോ മിനിസ്റ്റർ? ഉത്തരം ടേബിൾ ചെയ്തോ? വായിക്കണേ, വായിക്കാം. 95 പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് സെക്ഷൻ 33 പ്രകാരം കാഴ്ച പരിമിതർ, ശ്രവണ പരിമിതർ, ചലനശേഷി പരിമിതർ, സെറിബ്രൽ പാൾസി എന്നീ വിഭാഗത്തിലായി 3% സാർ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ ഇവിടെ മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സ്വർണം സാർ സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. സാർ തീർന്നില്ല സാർ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധി അടുത്ത് പോയി? സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക് സാർ. സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. ശ്രീ പി ടി റഹീം.